So hey guys, welcome back to my YouTube channel. ഈ സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. അതെ ഗൈസ്, ഞാനിന്നൊരു ഈസി പെയിന്റിങ്, ഈസി എന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമ്മളിന്നൊരു പെയിന്റിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അത് എത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഓക്കെ, സോ എനിക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ പെയിന്റിങ് പഠിച്ചിട്ടില്ല. പെയിന്റിങ്ങോ വരയ്ക്കാനോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പഠിച്ചവരോ അല്ലെങ്കിൽ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരൊക്കെ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. ഓക്കെ, 2, ഈ വീഡിയോ ഫുള്ളാക്കാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഗ്രിഡ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഗ്രിഡ് ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വലിയ ഇത് കണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ A4 സൈസോ അതിലല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ വലിയ സൈസൊക്കെ ആണെങ്കിൽ നമുക്കല്ലാതെ തന്നെ നമുക്ക് നോക്കിയിട്ട് ഡയറക്റ്റ് സ്കെച്ച് ചെയ്തെടുക്കാം. പക്ഷെ ഇങ്ങനത്തെ വലിയ ഷീറ്റിലോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാനിങ്ങനെ ഗ്രിഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്രിഡ് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ്സ് ചെയ്യുകയാണെങ്കിൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ജസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ തന്നെ വരയ്ക്കാനൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ വരയ്ക്കുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പെയിന്റ് ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ യെസ്, ഇത് എത്ര ദിവസം കൊണ്ട് തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം വേഗം തീർക്കാം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് തിരിച്ചു പോകണം. സോ അതിന് മുന്നേ തീർക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതാണ്. ഓക്കെ, പിന്നെ എൻ്റെ ചില എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം എൻ്റെ ട്രിക്സ്, ഞാൻ തന്നെ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഇതത്ര വലിയ പെർഫെക്ഷൻ ഒന്നും കാണത്തില്ല. പിന്നെ എന്താ ലൈക്ക് ഇത് കറക്റ്റ് മെത്തേഡൊന്നും ആയിരിക്കില്ല, ഇതെങ്ങനെയൊന്നും ആയിരിക്കില്ല പെയിന്റ് ചെയ്യുക. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചുമ്മാ ഇങ്ങനെ ചെയ്ത് അങ്ങനെയാണ്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏത് കളർ വേണേലും ബേസിന് കൊടുക്കാവുന്ന. അപ്പം എപ്പോഴും നിങ്ങൾ എടുക്കുന്ന ഒരു റെഫറൻസ് പിക്ചർ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഒരു ബേസ് കളർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറായിട്ടാണ് തോന്നി. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു യെല്ലോ കളർ എടുക്കാമെന്ന്. പക്ഷെ നമ്മളിതൊരിക്കലും ഭയങ്കര കട്ടിക്ക് അടിക്കരുത്, നമ്മൾ ഭയങ്കരമായിട്ട് വെള്ളം ചെറുത് ലൂസായിട്ട് മാത്രം അടിക്കുക. ഓക്കെ, സോ നമ്മൾ അതിന്റെ മണ്ടയ്ക്കാണ് നമ്മൾ ഓരോ കളർ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഈ യെല്ലോ ഈ ബ്ലൂ ആണ്, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് പിന്നെ അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ അടിക്കുമ്പോൾ അതൊന്നും യെല്ലോ ഒന്നും കാണൂല. സോ നമുക്ക് ആദ്യം ആ ബേസ് കളർ അടിക്കാം. ആദ്യം തന്നെ കൃഷ്ണന് പെയിന്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാമറൈൻ ബ്ലൂവും വൈറ്റും ബ്ലാക്കും ആണ്. അത് മിക്സ് ചെയ്തിട്ടൊരു നമുക്കൊരു കളർ കിട്ടും. അപ്പോൾ ബ്ലാക്ക് നമ്മൾ വളരെ ഒരു ചെറിയൊരു എമൗണ്ടിൽ മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നെ അതൊരു ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടൊക്കെയാണോ അതിൻ്റെ ഒരു ലൈറ്റ് വരുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കളർ കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ സെയിം കളർ തന്നെ നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ട് നമുക്ക് ആ കഴുത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് പോർഷൻ വരുമല്ലോ, അപ്പോൾ അവിടെ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒപ്പം കുറച്ചുകൂടെ ബ്ലാക്കും ഗ്രീനും മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെയും കൂടെ ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ വരുന്ന പോർഷൻസിലെല്ലാം യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞൊരു കളർ യൂസ് ചെയ്തിട്ട് ഒരു ബേസ് കോട്ട് കൊടുക്കുക. ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കുറച്ചൊരു കല്ലിൻ്റെ പോർഷൻസ് വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ സ്പേസ് വിട്ടിട്ടാണ് ബാക്കിയെല്ലാം യെല്ലോ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ ഇതിന് ഷെയ്ഡിങ് ചെയ്യാമെന്ന് നമുക്ക് പിന്നെ കാണാം. അപ്പം നെക്സ്റ്റ് ഈ ഒരു മാലയുടെ പോർഷൻ, അപ്പോൾ ഇതിനകത്ത് എങ്ങനെ നമുക്ക് ഈ പെറ്റൽസിൻ്റെ എഫക്റ്റ് വരുത്താമെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് പിങ്ക് വെച്ചൊരു ബേസ് കോട്ട് കൊടുക്കാം. അതിന് മണ്ടയ്ക്ക് നമ്മൾ പിങ്കിൻ്റെ കൂടെ തന്നെ കുറച്ച് വൈറ്റ് ചേർത്തിട്ട് ചുമ്മാ ബ്രഷിൽ ഇങ്ങനെ വെച്ചിട്ട് ഡാബ് ചെയ്ത് ഇങ്ങനെ ഒരു വട്ടം പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ലെയേഴ്സ് ഇങ്ങനെ ഫില്ലാവും തോറും നമ്മൾ വൈറ്റിൻ്റെ ഇത് കൂട്ടിയിട്ട് പിങ്കിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ സൈഡിൽ കൂടെ ചെയ്യണം. അപ്പോൾ ഒറ്റ സൈഡിൽ മാത്രം നമ്മൾ ലൈറ്റ് വരുന്ന സൈഡ് വേണം ആ വൈറ്റ് ഇങ്ങനെ കൂടുതൽ നിൽക്കാൻ വേണ്ടി. അപ്പോഴേ നമുക്കൊരു ഷാഡോ എഫക്റ്റ് പോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫേസിൻ്റെ പോർഷൻ. അപ്പോൾ അതെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരു പോർഷൻ. അപ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ചിരിക്കുമ്പോഴൊക്കെയുള്ള ഒരു
ഷാഡോയും ഹൈലൈറ്റും ഒക്കെ നമ്മൾ നല്ലപോലെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ മുന്നേ കൊടുത്ത പോലെ തന്നെ ആദ്യം ഒരു ബേസ് കോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ എവിടെയാണോ ഷാഡോയും ലൈറ്റും വരുന്നത് അത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ലൈറ്റ് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പിങ്ക് കളറോട് ഞാൻ ബ്ലഷ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ നെറ്റിയുടെ ഒരു പോർഷനിൽ ചെറിയൊരു ഗ്രീനിഷ് കളർ പോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ബേസ് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കണ്ണിൻ്റെ താഴെയായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് പോലെ ഞാൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കൂടുതൽ ഷാഡോ വരുന്നതുകൊണ്ട് ആ സൈഡും കുറച്ചുകൂടെ ഡാർക്ക് കളേഴ്സ്, അതായത് ബ്ലാക്കും ബ്ലൂവും കുറച്ചുകൂടെ കൂട്ടിയിട്ട് വൈറ്റിൻ്റെ അളവ് കുറച്ചിട്ട് വേണം നമ്മൾ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഐസിൻ്റെ പോർഷനിലോട്ട് വരുമ്പോൾ ഐബ്രോസ് ഒക്കെ നമ്മൾ ആദ്യം ഒരു ലൈറ്റായിട്ട് ബ്ലാക്കിൽ കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഈ ലാഷസ് വരുന്ന പോലെ അതേ ഒരു ഡയറക്ഷനിലോട്ട് വരച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നും. അല്ല നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ബ്ലാക്ക് വരച്ചാൽ ഭയങ്കര ബ്ലാങ്ക് ആയി പോകും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഈ കൃഷ്ണൻ്റെ ഉടയാടയുടെ പോർഷനായിരുന്നു. അവിടെ ഞാൻ സാപ്പ് ഗ്രീനും ഒരു യെല്ലോ ഓക്കറോടെ മിക്സ് ചെയ്ത് കുറച്ച് ലൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ അവിടെ കൊടുത്തത്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫോൾഡ് പോലെ വരുമല്ലോ, അപ്പോൾ ആ ഒരു പോർഷനിൽ ആ സാപ്പ് ഗ്രീനും കുറച്ച് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് കൊടുത്തു. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് കുറച്ച് യെല്ലോ ഓക്കർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് കളർ വരുന്ന പോലെ കൊടുക്കാം. എന്നിട്ട് രണ്ടുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫോൾഡ്സ് പോലെ കിട്ടും. പിന്നെ 2-3 കളറിൽ ഇവിടെ ഉടയാടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ്റെ ഓപ്പോസിറ്റ് മറ്റേ സൈഡിലാണെങ്കിൽ ഒരു ഓറഞ്ച് കളർ പോലത്തെ, അപ്പോൾ ഞാനത് ഒരു ഇച്ചിരി സ്കാർലറ്റിലേക്കും പിന്നെ യെല്ലോ ഓക്കറോട് മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ഹൈലൈറ്റിനും ഷാഡോയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ബ്രൗണും വൈറ്റും ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോ. അപ്പോൾ ഞാൻ ആ പോർഷനൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്രീനിൻ്റെ അതേ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൂവിൻ്റെ ഇത് ഏതാ ഷെയ്ഡൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതും വൈറ്റും അൾട്രാമറൈൻ ബ്ലൂവും ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു കൃഷ്ണൻ്റെയും രാധയുടെയും ആ ഒരു ബാക്ക് സൈഡിൽ കറക്റ്റ് അതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ നമ്മൾ വൈറ്റും യെല്ലോയും മിക്സ് ചെയ്തിട്ട് അവിടെ ലൈറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, അതൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പക്ഷിയൊക്കെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആയിട്ട് ഞാൻ ബേൺസീനെ കൊടുത്തു ലൈറ്റായിട്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഷാഡോ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ബേൺസീനയുടെ കൂടെ തന്നെ ഇച്ചിരി ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് കൊടുത്തു, ബ്ലെൻഡ് ആക്കി. അപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു യെല്ലോ ഓക്കർ വെച്ചൊരു ബേസ് കോട്ട് കൊടുത്തതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ രണ്ടാമത് ഒരു കോട്ട് കൂടെ കൊടുക്കണം, കുറച്ച് ഡാർക്കായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് എവിടൊക്കെയാണോ എന്തെങ്കിലും ഒരു ഡിസൈൻ പോലെ തോന്നുന്നത് അവിടെയൊക്കെ നമുക്ക് യെല്ലോ ഓക്കറിൻ്റെ കൂടെ ബേൺസീനയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അവിടെ ഡിസൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഡിസൈൻ വരച്ച് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഇച്ചിരി യെല്ലോ ഓക്കറും പിന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഷാഡോ എഫക്റ്റ് പോലെ കൊടുക്കാം. അപ്പോൾ ഇത് അതേ സെയിം ഒരു പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് ഈ ഒരു രാധയുടെ ഉടയാടയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ആ ബേൺസീനയുടെ മിക്സ് വെച്ച് നമുക്ക് ചെറുതായിട്ടൊരു ഇവിടൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്യണം, അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ രാധയുടെ സ്കിൻ കളറിൻ്റെ കാര്യം വീഡിയോ എടുക്കാൻ മറന്നു പോയായിരുന്നു. അപ്പം നമുക്ക് സ്കിൻ കളർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സ്കിൻ കളറിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ബേൺസീനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സ്കിൻ കളർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സ്കാർലറ്റിലേക്കും യെല്ലോ ഓക്കറും വൈറ്റും വെച്ച് നമുക്ക് അത് മിക്സ് ആക്കിയിട്ട് ഈ 3 കളർ മിക്സ് ആക്കിയാൽ നമുക്ക് സ്കിൻ കളർ പോലെ കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഷെയ്ഡ് പോലെ നമുക്ക് ബേൺസീനെ വെച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ഫിനിഷ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു ഇച്ചിരി വാണിഷ് അടിച്ചു കൊടുക്കണം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ബൈ.